Once again, hi all. Welcome to the third episode of What's Brewing. So, myself, Alita Rose J. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ട്രിപ്ലി അലൂമിനിയാണ്. അക്കാഡമിക്സ് ഞാനൊരു ക്ലൂ തരാം. ഫസ്റ്റ് ഓഫ് ഓൾ അക്കാഡമിക്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ലൈക്ക് സോഷ്യലി മിംഗ്ലിംഗ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരേപോലെ നിൽക്കുന്ന ഒരു ഫേസ് നമുക്കുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ആർച്ചി ചേച്ചിയാണ്. ഹായ് ആർച്ചി ചേച്ചി. ഹലോ. സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പോൾ കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ടോ? കോളേജ് ലൈഫ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമുക്ക് ആ ഒരു 4 വർഷത്തിൻ്റെ സമയത്ത് ഈ അക്കാഡമിക്സിൻ്റെ പ്രഷറും എല്ലാ മാസവും ഇൻ്റേണൽ എക്സാം ഉണ്ടാവും. ഒന്നുകിൽ ഇൻ്റേണൽ എക്സാം, ഇല്ലെങ്കിൽ സെം എക്സാം, ഇല്ലെങ്കിൽ ലാബ് എക്സാം. ഒന്നാമത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് തന്നെ ആയിരിക്കും. ഒരു റിലാക്സേഷനും ഉണ്ടാകത്തില്ല. അവസാനം എങ്ങനെയും 4 വർഷം ഒന്ന് കഴിഞ്ഞ് ഇവിടുന്ന് പോകണമെന്ന് നമ്മളെല്ലാവരും വിചാരിക്കും. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ് 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഇവിടുത്തെ ഒരു ലൈഫ് വല്ലാണ്ട് മിസ് ചെയ്യുന്നത്. ലൈക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്നതും, രാത്രിയിലുള്ള ഈ കറക്കവും, ഹോസ്റ്റലിൽ ഒളിച്ചു പോകുന്നതും, ലൈക്ക് അങ്ങനത്തെ നമ്മളെ കൊണ്ട് കാണിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ മാക്സിമം ഈ 4 വർഷം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ 4 വർഷം നമ്മൾ റിയലൈസ് ചെയ്യില്ല അതിൻ്റെ വെർത്ത് എന്താണെന്നുള്ളത്. ആഫ്റ്റർ ഈ 4 വർഷം നമുക്കിവിടെ പഠിച്ച കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ ഈ ചെയ്ത് കൂട്ടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കുണ്ടാവും. സോ ആക്ച്വലി ഇപ്പം ഞാനിപ്പം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ ഓരോ വഴിയും നോക്കിയായിരുന്നു. ലൈക്ക് ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്, മെമ്മറീസ് നടന്നു പോകുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ ലൈക്ക് ഇപ്പം എല്ലാം മിസ് ചെയ്യുന്നു, പിന്നെ ആൻഡ് ഓൾസോ ഈ കുസാറ്റ് ലൈഫ് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്ത ഒരാളാണെന്ന് കൂടി പറഞ്ഞു. അപ്പോൾ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം ഈ നമ്മുടെ ഈ അക്കാഡമിക്സ് ഈ 4 കൊല്ലം എങ്ങനെയാണ് പഠിച്ചത്? ലൈക്ക് ഒരു സപ്ലി പോലും ഇല്ലാണ്ട് ലൈക്ക് ഹൗ യു കോപ്പ് അപ്പ് വിത്ത് ഓൾ ദി തിങ്സ്. ലൈക്ക് നമുക്കറിയാം ആർച്ചി ചേച്ചി എല്ലാത്തിലും ഒരു ഓൾ ഇൻ ഓൾ ആള്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ഒരു ചെയ്തത്? ഇതൊക്കെ എങ്ങനെയാണ് ഒരു ബാലൻസ് ആയിട്ട് ചെയ്തത്? നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യവും ബാലൻസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ക്ലബിലേക്ക് ജോയിൻ ചെയ്യുന്നത് തന്നെ നമ്മൾ അതിനകത്തൊരു ഇൻട്രസ്റ്റിലായിരിക്കും ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ വേണമല്ലോ അങ്ങനെ ആലോചിച്ചായിരിക്കില്ല ചെയ്യുക. ഇപ്പോൾ ഒരു ക്ലബ്ബ് കാണുമ്പോൾ ഉദാഹരണത്തിന് ടെഡെക്സ് വരുമ്പോൾ ടെഡെക്സിൽ നമുക്ക് ഈ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ലാസ്റ്റ് ഇയർ ടെഡെക്സിലെ ട്രഷറായിരുന്നു. അപ്പം എനിക്കറിയാം, കാരണം ട്രഷറാകുമ്പോൾ നമുക്ക് അത്രയും ഓവർ വർക്ക് വരില്ല. നമുക്കൊരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിൽ വർക്ക് ഉണ്ടാവും. ആ വർക്ക് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു പോവുക. ഇപ്പോൾ എന്തിനായാലും നമ്മൾ അതിൻ്റേതായ ഒരു ടൈം സ്ലോട്ട് കൊടുക്കാൻ ശ്രമിക്കാം മാക്സിമം. അല്ലാണ്ട് ഒരെണ്ണത്തിൽ തന്നെ കംപ്ലീറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കുറേ ക്ലബ്ബ് വേണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ ക്ലബ്ബിലും കൂടെ പോയി ജോയിൻ ചെയ്യാണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിന് വേണ്ടി ഓരോന്നിനും ഒരു ടൈം നമ്മൾ കൊടുക്കുക. നമ്മൾ കണ്ടെത്തും നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഹോട്ടലായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നേ. ഞാൻ ലാസ്റ്റ് ഇയർ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് ടെഡെക്സിലുണ്ടായിരുന്നു. ടെഡെക്സിലെ ട്രഷറായിരുന്നു. പിന്നെ IEEE ഉണ്ടായിരുന്നു. IEEE ഔട്ട്റീച്ച് അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ഈ സർഗം വരുമ്പോൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേഷന് പോയിരുന്നു. നമ്മുടെ ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ വീഡിയോ കൊറിയോഗ്രാഫി, അങ്ങനത്തെ പരിപാടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതാണ് പിന്നെ ചെറുതായിട്ടൊരു ഇത് പൊളിറ്റിക്സ് പോലെ. പിന്നെ ഉണ്ടായിരുന്നതാണ് ഞാനിപ്പം ലാസ്റ്റ് ഇയർ ആയിരുന്നപ്പോൾ നമ്മുടെ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ലൈക്ക് അപ്പോൾ ചേച്ചി ഇങ്ങനെ ബേസിക്കലി പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാം ലൈക്ക് രണ്ടും ബാലൻസ് ചെയ്യണം എന്നാണ്. ലൈക്ക് സോ ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് വാട്ട് കുസാറ്റ് ഹാസ് ടു ഓഫർ ലൈക്ക് ആസ് ആൻ എഞ്ചിനീയർ? നമ്മൾ എന്തൊക്കെ ടെക്നിക്കൽ ഫീൽഡ് ആൻഡ് ഓൾസോ ലൈക്ക് എല്ലാം ലൈക്ക് സോഷ്യലി കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം കൂടി എങ്ങനെ നമ്മൾ കുസാറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്? നമ്മളിവിടെ വരുന്ന ഇപ്പം നമ്മളുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ 4 വർഷം വരുമ്പോഴാണ് നമ്മൾ എന്തിലാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ എല്ലാവരും വരുമ്പം പഠിക്കണം, അക്കാഡമിക്സ് ഉള്ള രീതിയിലായിരിക്കും എല്ലാവരും വരിക. പിന്നെയാണ് ഓരോരുത്തരുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം എഞ്ചിനീയറിംഗ് ലൈക്ക് പ്യുവർ ടെക്നിക്കൽ നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ക്ലബ്ബുകളുണ്ട്. ഹൊറൈസൺ ഉണ്ട്, ബഹുമത്ത് ഉണ്ട്, ടിഫാൻ ഉണ്ട്. ഇതിപ്പം എനിക്ക് ഓർമ്മ വന്ന് 3 ഞാൻ പറഞ്ഞത്. ഇതുപോലെ കുറേ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ഈ ക്ലബ്ബുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സബ് ടീമുകളുണ്ട്. ഇപ്പം നമ്മൾ ഇലക്ട്രിക്കൽ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഹൊറൈസണിൽ തന്നെ അതിന് വേണ്ടി സ്പെഷ്യൽ ടീമുണ്ട്, അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും. അപ്പോൾ ആ ടീമിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊളീഗ്സിന് ഉള്ള അറിവുകളും കാര്യങ്ങളും നോളജും നമ്മളുമായിട്ട് ഷെയറും ആവുകയും ചെയ്യും. നമ്മൾ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആവുകയും ചെയ്യും. ഇങ്ങനത്തെ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ നമുക്കൊരു സ്കില്ല് വരികയും ചെയ്യും. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വരും. പിന്നെ പുതിയ സോഫ്റ്റ്വെയർസിനെ പറ്റി നമ്മൾ പഠിക്കും. അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് ഈ ടെക്നിക്കൽ ടീമിൽ കയറുന്നത് കൊണ്ട്. ഇനി പിന്നെ വേറൊരു നമ്മൾ ഒരു കൈൻഡ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് ലൈക്ക് ടെക്നിക്കലിനോട് താല്പര്യമില്ല,
ലൈക്ക് ഫോർ ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക, അതിന് ശേഷം ബിസിനസ് ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും സൈറ്റിൽ പോകാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കും വേണ്ടി കുറേ ക്ലബ്ബുകളുണ്ട്. ഇപ്പോൾ എന്താ ടെഡെക്സ് അതുപോലത്തെ ഒരു ക്ലബ്ബാണ്. ആ ക്ലബ്ബിൽ നമുക്ക് കുറച്ചുകൂടെ സോഷ്യലൈസിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിനകത്ത് ഇതിനൊക്കെ കുറേ സബ് ടീമുണ്ട്. ക്യൂറേഷൻ ടീം, അല്ലെങ്കിൽ ട്രഷറർ വേറെ പോസ്റ്റ് ഉണ്ട്, ക്യൂറേഷൻ ടീമുണ്ട്, പിന്നെ അക്കോമഡേഷൻ ടീം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, ആംബിയൻസ് ടീം. അപ്പോൾ ഇതുപോലത്തെ ഓരോ ടീമിൽ വർക്ക് ചെയ്യുമ്പം എങ്ങനെയാണ് സോഷ്യലി ഒരു കാര്യം നമ്മൾ ഇടപെടേണ്ടത്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പം ആ ടീമിൽ ഓരോ മെമ്പേഴ്സിനും നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇപ്പം അതിനകത്ത് ലീഡർ ആകുമ്പോൾ ആ ലീഡർ എങ്ങനെയാണ് ഓരോരുത്തരെയും ഹാൻഡിൽ ചെയ്യേണ്ടത്, ഓരോരുത്തരെയും കാര്യങ്ങൾ കേൾക്കേണ്ടത്. ലൈക്ക് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പം ആ ടീമിലുള്ള എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളുണ്ടാവും. അപ്പം നമ്മൾ അഭിപ്രായങ്ങളെല്ലാം കേൾക്കുന്ന ഒരാളായിരിക്കും ലീഡർഷിപ്പിൽ വരിക. അപ്പോൾ അത് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ പാർഥ ചേച്ചിക്ക് ലൈക്ക് പ്ലേസ്മെന്റ് ആയത് ലൈക്ക് TCSും ആൻഡ് IOAGയും കൂടിയാണ്. ലൈക്ക് TCS ഒരു ടെക് ബേസ്ഡ് ആണ്, IOAG ഒരു CGD സെക്ടറാണ്. സോ രണ്ടും 2 ലെവലാണ്, 2 തലത്തിലുള്ള ഒരു ജോബ്സ് ആണ്. സോ അത് രണ്ടും കിട്ടാനായിട്ട് എന്തെങ്കിലും പ്രീ ആയിട്ട് പ്ലാൻ ചെയ്ത് ലൈക്ക് എന്തെങ്കിലും സ്റ്റഡീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻസോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പ്രിപ്പറേഷൻസ് ഇൻ ദ സെൻസ് ഉണ്ടായാൽ നമ്മൾ മാക്സിമം സീനിയേഴ്സുമായിട്ട് നമ്മൾ സംസാരിച്ചു. ലൈക്ക് ഇപ്പോൾ ഒരു കമ്പനി വരുമ്പം ആ കമ്പനിയിൽ പ്ലേസ്ഡ് ആയ സീനിയേഴ്സിനെ കോൺടാക്ട് നമ്മൾ എടുത്തിട്ട് അവരായിട്ട് സംസാരിക്കും. ലൈക്ക് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, ഏതൊക്കെ നമ്മൾ നോക്കണം. ഇപ്പം TCSന്റെ കേസിലാണെങ്കിൽ സീനിയേഴ്സോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കേപ്പബിൾ ആണെങ്കിൽ, ഇപ്പം ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് എൻ്റെ റെസ്യൂമേ കംപ്ലീറ്റ്ലി ആ ഒരു രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. നമ്മുടെ ഇൻട്രസ്റ്റ് സബ്ജക്റ്റുകൾ, സർക്യൂട്ട്സ് അത് എന്നൊക്കെ. പക്ഷേ നമ്മൾ TCS പോലത്തെ ഒരു കമ്പനിയിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ റെസ്യൂമിൽ അതിനായിരിക്കത്തില്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടോ, ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിരിക്കും അവർ മെയിൻലി ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അപ്പം സീനിയേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആദ്യം റെസ്യൂമേ മാറ്റാം, റെസ്യൂമിൽ ഇങ്ങോട്ട് കുറച്ച് മാറ്റങ്ങൾ ആഡ് ചെയ്യുക. എന്തെങ്കിലും ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യുക, അതിൻ്റെ ബേസിക്സ് പഠിക്കുക. വെറുതെ നമ്മൾ റെസ്യൂമിൽ ആഡ് ചെയ്യുന്ന ഓരോ കാര്യത്തിനെ പറ്റിയിട്ടും നമുക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ പെട്ടെന്ന് റെസ്യൂമ് നോക്കുക, ഒരു വാക്ക് അയാൾക്ക് കുടുങ്ങി, നമ്മൾ അതിനെപ്പറ്റി നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈക്ക് നമ്മളൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യമായിട്ട് റെസ്യൂമിൽ എഴുതിയെന്നവർക്ക് തോന്നും. ആ ഒരു സാധനം ഒരിക്കലും നമ്മൾ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ പ്ലേസ്മെന്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇരിക്കട്ടെ. അപ്പോൾ ഈ പ്ലേസ്മെന്റിന് വേണ്ടി നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെയാണ് ലൈക്ക് മാനേജ് ചെയ്യണ്ടേ? ലൈക്ക് അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണത്? ലൈക്ക് ഞാനിങ്ങനെ സീനിയേഴ്സിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ടേ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ലൈക്ക് ഓൾറെഡി വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുക, സ്കിൽസ് ഡെവലപ്മെൻറ്റ് കോഴ്സസ് അറ്റൻഡ് ചെയ്യുക, അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുക, പിന്നെ ഈ ടീം വർക്കിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഞാനത് ആ ഒരു രീതിയിൽ വലുതായിട്ട് ഫോളോ ചെയ്ത ഒരാളല്ല. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, ലൈക്ക് ഇപ്പോൾ കൂടുതലും ജോബ് റിക്രൂട്ട്മെൻറ്റ് ലിങ്ക്ഡിൻ വഴി നടക്കുന്നുണ്ട്. ലിങ്ക്ഡിൻ വഴി നമ്മൾ കണക്ഷൻ വഴി, റെക്കഗ്നേഷൻ വഴി, അങ്ങനത്തെ കുറേ രീതിയിൽ ലിങ്ക്ഡിൻ വഴി ജോബ് പ്രൊഫൈൽ നോക്കിയിട്ട് നമ്മുടെ പ്രൊഫൈൽ നോക്കിയിട്ട് ജോബിൽ കയറുന്ന സ്റ്റുഡൻസ് ഉണ്ട്. സോ ലിങ്ക്ഡിൻ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ടേ നമ്മൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പോകണം. നമ്മൾ അക്കാഡമിക്സിന് എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ലിങ്ക്ഡിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് പ്രോപ്പർലി അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും സ്കിൽ ഡെവലപ്മെൻറ്റ് വർക്ക്ഷോപ്പിന് അറ്റൻഡ് ചെയ്യുക, നമ്മൾ അത് അതിനകത്ത് പറയുക. ഓരോ കുഞ്ഞു കാര്യങ്ങൾ. ഇപ്പോൾ IEEE ഒരു പ്രോഗ്രാമിന് പോയെന്നിരിക്കട്ടെ, അപ്പോൾ ഞാൻ ആ പ്രോഗ്രാമിന് പോയി, ഞാൻ ഇത്ര പേരെ കണ്ടു, ഇവരുമായിട്ട് ഇതായി, അപ്പോൾ നമുക്ക് അവരായിട്ട് കണക്ഷൻ വരും, അവരായിട്ട് കണക്ട് ചെയ്യും. സോ നമ്മുടെ നെറ്റ്വർക്ക് വലുതാവും. ഈ നെറ്റ്വർക്ക് വലുതാവുന്നത് ഒരു 4 വർഷം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുക. ഇപ്പം നമുക്ക് പ്ലേസ്മെൻറ്റ് എപ്പോഴും നമുക്ക് റിലേ ചെയ്യാൻ പറ്റത്തില്ല. അത് ഓരോ ട്രെൻഡ് അനുസരിച്ചിരിക്കും. ചിലപ്പം അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഇയറിലുള്ള എല്ലാ കമ്പനീസും നെക്സ്റ്റ് ഇയറിൽ നമ്മളെ റിക്രൂട്ടിന് വരണം എന്നില്ല. അപ്പോൾ ഈ ലിങ്ക്ഡിൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ നെറ്റ്വർക്ക് വഴി, കണക്ഷൻ വഴി നമുക്ക് ചില കമ്പനീസിൽ കയറാൻ പറ്റും. സോ അത് മാക്സിമം അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് ഫ്രീക്വൻ്റ് അത് ചെക്ക് ചെയ്ത് കണക്ട് ചെയ്ത് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് പോവുക. അപ്പോൾ അത് ഒരു ഗുഡ് ഇൻഫർമേഷൻ ആണ്. ലൈക്ക് നമ്മൾ കുറേ പേർക്ക് ലൈക്ക് ഡൗട്ട് ഉണ്ട്, ഇപ്പോഴും കുറേ പേര് ലിങ്ക്ഡിൻ മര്യാദയ്ക്കൊന്നും ഹാൻഡിൽ ചെയ്യുന്നില്ല. സോ താങ്ക് യു ചേച്ചി. അതിന് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ വെച്ചാൽ, ഇപ്പോൾ ചേച്ചി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് IOAGയിലാണ്. അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത് ആൻഡ് വാട്ട് ഈസ് യുവർ പൊസിഷൻ? IOAG ആൻഡ് വാട്ട് ദാറ്റ് കമ്പനി ഹാസ് ടു ഓഫർ? ലൈക്ക് ചേച്ചിക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നത്? IOAG ബേസിക്കലി ഒരു CGD കമ്പനിയാണ്. CGD എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണുള്ളത്. അപ്പോൾ എൻ്റെ അവിടുത്തെ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിയാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് CNG ഡിപ്പാർട്ട്മെൻറ്റാണ്. CNG എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലെ ഫ്യൂവലില്ലേ, അതാണ് CNG. അപ്പം അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ. അപ്പോൾ എനിക്ക് അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഞാൻ അവിടുത്തെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ മെയിൻ്റനൻസും ഓപ്പറേഷനും അതിൻ്റെ ഇൻസ്പെക്ഷനുമാണ് എനിക്ക് വരുന്നത്. ഇപ്പോൾ UPSൻ്റെ കേസിലാണെങ്കിൽ അതിന് ഓരോ ഇയർ ആകുമ്പോൾ അതിന് ഇൻസ്പെക്ഷൻ ഉണ്ട്. ഇപ്പോൾ അതിൽ ഫോൾട്ട് വരികയാണെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും കിട്ടും. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ സെർവർ സ്റ്റെബിലൈസേഴ്സ്, അപ്പോൾ അതിൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ട്, ഇടയ്ക്കിടെ വരും. അതിനെന്തെങ്കിലും ഫോൾട്ട് വരുമ്പോൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കുറേ ഫോൾട്ടൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക്
നമുക്കിത് ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇതിങ്ങനെ പ്രശ്നമുണ്ടാവും. നമുക്ക് ആ ഒരു രീതിയിൽ ആ ഒരു സൈഡും കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ലൈക്ക് ഫോൾട്ട് റെക്ടിഫിക്കേഷൻ വരുമ്പം അതുവഴി നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ UPSCൻ്റെ കേസ് ഉണ്ട്, അതിന് ഈ ബാക്കി സെർവോ സ്റ്റെബിലൈസേഴ്സ്, ബാറ്ററീസ്, പിന്നെ അതിൻ്റെ എക്യുപ്മെന്റ്സ്. ലൈക്ക് അപ്പോൾ ഇതിലൊക്കെ നേരത്തെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ലൈക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കുറവാണ് ആക്ച്വലി. നമുക്ക് വേറെ ടീമുണ്ട്. അപ്പം നമ്മൾ അവരെ നമ്മൾ എന്ത് ചെയ്യുക, അവരോട് നമ്മളിങ്ങനെ പറയാ ചെയ്യുക, ഇങ്ങനെ ഉണ്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കും പോവാം. നമ്മളാണ് അവിടെ ഇൻസ്പെക്ഷന് പോകുന്നത്. അപ്പം നമുക്കും അതിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. ഇങ്ങനെ ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് ഇന്ന സംഭവിക്കും. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കോറുള്ള നോളജും കൂടും. സോ ആക്ച്വലി എൻ്റെ വർക്ക് അതാണ്, അവിടുത്തെ കമ്പനിയിലെ വർക്ക് അതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പോൾ പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക്കൽ പഠിച്ചവരാണ്, നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം ഇപ്പോൾ ഇൻ ദിസ് സൊസൈറ്റി ആൻഡ് ഓൾ? ലൈക്ക് ആദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺ ക്യാമ്പസിൻ്റെ കേസിൽ നമ്മുടെ തൊട്ട് മുമ്പത്തെ സീനിയേഴ്സിൻ്റെ അവിടെ ഏതൊക്കെ കമ്പനീസ് വന്നു എന്നതുകൊണ്ട് നെക്സ്റ്റ് ഇയർ ആ കമ്പനി വരണം എന്നില്ല. ഇപ്പം ഞങ്ങളുടെ കേസിലാണെങ്കിൽ തന്നെ അതിന് മുമ്പ് വന്ന് 2-3 കമ്പനീസ് ഞങ്ങളുടെ സമയത്ത് വന്നില്ല. പകരം ഫ്രഷ് ആയിട്ട് വന്നൊരു കമ്പനിയായിരുന്നു IOIG. ലൈക്ക് നോർമലി അതങ്ങനെ വരാറുള്ളൊരു കമ്പനി ആയിരുന്നില്ല. അപ്പം അതിന് മുമ്പത്ത് നമ്മൾ ആലോചിച്ചു എന്തുകൊണ്ട് ആ കമ്പനി വന്നില്ല. ആ കമ്പനിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത കുറേ പേരുണ്ട്. അപ്പം അവർക്കെല്ലാം ഒരു ഭയങ്കര വിഷമമായി എല്ലാവർക്കും ലാസ്റ്റ് ടൈപ്പ്. സോ ആദ്യം നമ്മൾ ലൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഏതൊക്കെ കമ്പനീസ് വന്നതുകൊണ്ട് ഈ വർഷം സെയിം കമ്പനീസ് വരണം എന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൺ ക്യാമ്പസിനും കൂടെ പ്രിപ്പയർ ചെയ്യുക, പാരലൽ തന്നെ ഓഫ് ക്യാമ്പസിനും കൂടെ പ്രിപ്പയർ ചെയ്യുക. ഓഫ് ക്യാമ്പസ് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ 4th സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അതിനുള്ള ഇപ്പം ലിങ്ക്ഡിൻ്റെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ലിങ്ക്ഡിൻ കണക്ട് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കമ്പനീസ്, നല്ല നല്ല കമ്പനീസിൽ നമ്മുടെ കോർ കമ്പനീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ റെക്കമെൻഡേഷൻ വഴി നമുക്ക് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം ലിങ്ക്ഡിൻ വഴി അങ്ങനൊരു ഗുണമുണ്ട്. പിന്നെ നല്ല നല്ല ജോബ് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിലൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് ഏതെങ്കിലും നല്ലൊരു പോസ്റ്റിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന കാരണം കുറേ സൈറ്റുകളുണ്ട്, ലൈക്ക് നൗക്കരി പോലത്തെ സൈറ്റ്. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടി ഓഫ് ക്യാമ്പസ് നല്ല ഞങ്ങളുടെ കോർ കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്, ബൈ നൗക്കരി. സോ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തോടൊക്കെ നോക്കുക, പാരലലി 3 ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഒരിക്കലും ഹോപ്പ് നമ്മൾ കളയേ വേണ്ട. ഓൺ ക്യാമ്പസ് ഉണ്ട്, ഓഫ് ക്യാമ്പസ് ഉണ്ട്, കൂടെ ലിങ്ക്ഡിനും ഉണ്ട്. ഇത് 3 കറക്റ്റ് ട്രാക്കിൽ പോവുക. സോ അപ്പോൾ ഇപ്പോൾ കുറേ പേർക്ക് ഇങ്ങനെ പ്ലേസ്മെന്റ് സ്ട്രെസ് ഉണ്ടാവും, ലൈക്ക് അയ്യോ എനിക്ക് കിട്ടുമോ കിട്ടില്ലേ, ലൈക്ക് അപ്പോൾ അതൊക്കെ എങ്ങനെയാന്ന്, ലൈക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ ആയിക്കോട്ടെ, ലൈക്ക് എങ്ങനെയാണ് നമ്മൾ എങ്ങനത്തെ രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്താലാണ്, ലൈക്ക് ഇൻ്റർവ്യൂവിൽ സംസാരിച്ചാലാണ് നമുക്കിത് ബെനഫിഷ്യൽ ആവുന്നതെന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത്, ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്? ഞാൻ ഈ സോഷ്യൽ ക്ലബ്ബുകളിലൊക്കെ ആക്റ്റീവ് ആയിരുന്നത് കൊണ്ടും, പിന്നെ സോഷ്യലി കുറച്ച് ആക്റ്റീവ് ആയിരുന്നു, ലൈക്ക് യൂണിയനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഏത് രീതിയിൽ സംസാരിച്ചാലാണ് അവരത് റിസീവ് ചെയ്യുക, ഏത് രീതിയിൽ സംസാരിക്കുക, ഒരു മോശമായിട്ട് റിസീവ് ചെയ്യും, അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് കിട്ടും. അപ്പോൾ സോഷ്യലി ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് ആ ഒരു രീതി വെച്ചിട്ട് നമുക്ക് ഇൻ്റർവ്യൂവിലും പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങൾക്കൊക്കെ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ സീനിയേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവർ പറയും മാക്സിമം എനർജിയിൽ സംസാരിക്കുക, നമ്മളൊരു എപ്പോഴും ഒരു കോൺഫിഡൻറ്റ് എന്നുള്ള രീതിയിൽ സംസാരിക്കുക. അപ്പം ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷെ നമ്മൾ പറയാം സോറി സാർ ഐ നീഡ് ടു ചെക്ക് ഓൺ ദാറ്റ് എന്ന് പറയുമ്പോൾ അവർക്കൊരു ഇത് കിട്ടും. അല്ലാണ്ട് ഡോണ്ട് നോ സാർ ഐ ഡോണ്ട് നോ എന്ന് പറയുമ്പോൾ ഓക്കെ ഡയറക്റ്റ്ലി ഡോണ്ട് നോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആ ഒരു ഇംപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയില്ല, ഒരു കുറച്ച് പൊളൈറ്റായിട്ട് സംസാരിക്കുക, പക്ഷെ എന്നാലും നമ്മൾ കോൺഫിഡൻസ് കളയാൻ പാടില്ല. അപ്പോൾ ഈ കോൺഫിഡൻസ് പറയാം അയ്യോ ഒന്നൊരു ചെക്ക് ചെയ്യണം സാർ, ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടും. അപ്പം നമ്മളിങ്ങനെ മാക്സിമം സോഷ്യലി പോവുക, നമ്മൾ സോഷ്യലി കണക്ട് ആകുമ്പോൾ നമുക്ക് കിട്ടും എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഏത് രീതിയിൽ സംസാരിക്കണം, അപ്പോൾ ആ രീതിയിൽ ട്രാക്ക് ചെയ്ത് പോവുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഒരു പ്ലേസ്മെൻറ്റ് ഇരിക്കുമ്പോൾ ഏത് കമ്പനിയാണോ വരുന്നത് ആ കമ്പനീനെ പറ്റി നല്ലപോലെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക. കാരണം അതിൻ്റെ CEO ആരാണ്, എന്താണ് ആ കമ്പനി ചെയ്യുന്നത്. കാരണം ഞാൻ IOIGയുടെ ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോഴായാലും എന്നോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് IOIG എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം നമ്മൾ അതിനെപ്പറ്റി ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടായിരിക്കണം. ലൈക്ക് എന്താണ് IOIG എന്താണ് ചെയ്യുന്നത്, എവിടെയൊക്കെ അവർക്ക് ഓഫീസുണ്ട്, എന്താണ് അവർ ഓപ്പറേറ്റിംഗ്, ആ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ ഓൾറെഡി വെറുതെ അല്ല ഇയാൾ വന്നിരിക്കുന്നത്. കുറച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ പോലും വെറുതെ അല്ല ഇയാൾ വന്നിരിക്കുന്നത്, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിന് എന്ത് ചെയ്യും, പോസിറ്റീവായിട്ട് അത് നല്ലപോലെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യാൻ എൻഹാൻസ് ചെയ്യും. പിന്നെ വരുന്ന കേസാണ് ഇപ്പം L&Dയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് വരുന്നൊരു പിന്നെ സിമിലർ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഒരു പോയിന്റ് നമുക്ക് തരും, നമ്മൾ റെസ്യൂമിൽ തന്നെ ഒരു പോയിന്റ് എടുത്ത് നമുക്ക് തരും. അത് ഒരു കുഞ്ഞു കുട്ടീനോട് നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക.
ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഹോംസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത് 5 വയസ്സുള്ള കുട്ടിക്ക്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. കാരണം ആ കുട്ടിയെടുത്ത് റെസിസ്റ്റൻസ് കറണ്ട് എന്ന് പറഞ്ഞവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സെയിം പാറ്റേൺ ഞാൻ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം TCSനായാലും ചോദിച്ചിട്ടുണ്ട്, IIG-യിലും ചോദിച്ചിട്ടുണ്ട്, LNDയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം സീനിയേഴ്സുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊരു ട്രെൻഡ് കിട്ടും. എങ്ങനെയാണ് ഏതൊക്കെ കമ്പനീസ് വരുമ്പോൾ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇന്റർവ്യൂ ക്യാച്ചപ്പ് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ട്രിപ്പിൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെട്ടെടുത്തതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴി ഇവിടെ എത്തിപ്പെട്ടതാണോ? ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പപ്പ KSEB-ലാണ് വർക്ക് ചെയ്തത്. അപ്പം ഓൾറെഡി തന്നെ വീട്ടിൽ നമ്മൾ കുഞ്ഞിലേ തൊട്ടേ കണ്ടുവരുന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ്, കാര്യങ്ങള് അത് ഇത്. ശരിയാ, ഡോക്ടറുടെ മക്കൾ ഡോക്ടർ ആ ഒരു ഇതില്. പിന്നെ എന്റെ ചേട്ടന്മാരായാലും എനിക്ക് ബ്രദേഴ്സ് ആണുള്ളത്, അവരും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പം അവരും ആ ഒരു ഇതിൽ പോയി. അപ്പൊ വീട്ടിൽ കൂടുതൽ എക്സ്പോഷർ കിട്ടുന്ന ഈ ഒരു സാധനത്തിനോടാണ്, ലൈക്ക് ഇലക്ട്രിക്കൽ എന്നുള്ളൊരു സംഭവം, ഒരു സബ്ജക്റ്റിനകത്താണ്. അപ്പൊ എന്താണ് അതിനകത്ത് ഇത്ര ഉള്ളത് എന്നുള്ള അറിയാനും പിന്നെ അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ യൂസ്ഡ് ആയി വന്നപ്പോൾ ഓക്കെ ഇതെടുത്താൽ കൊള്ളാം എന്നൊരു രീതിയിലാണ് ഞാൻ ഇലക്ട്രിക്കൽ എടുത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ എനിക്കിപ്പോൾ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡേ ഇൻ യുവർ ലൈഫിലേക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെയാണ് ഈ ഒരു കോളേജ് ലൈഫ് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു ലൈഫിലേക്ക് കയറിയപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? കോളേജ് ലൈഫിൽ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പിറ്റേന്ന് ഓഫ് എടുക്കാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അന്ന് രാത്രി വരെ ഇങ്ങനെ പോയി നമുക്ക് നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് ഫ്രണ്ട്സായിട്ടൊക്കെ പോയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ മിസ് ഔട്ട് ചെയ്യുന്നൊരു പ്രധാന കാര്യം ഏതാണ്, ലൈക്ക് ഒരുപാട് നമുക്ക് വല്ലാണ്ട് എന്നാൽ പറ്റും, ശ്രമിച്ചാൽ പറ്റും. പക്ഷെ ഞങ്ങളുടെ ഒരു റുട്ടീൻ ടൈം എന്ന് വെച്ചാൽ 9:30 to 6:30 ആണ്. അപ്പം വല്ലാണ്ട് ലേറ്റൊക്കെ ആയി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നമുക്ക് ഓഫ് എടുക്കാനും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. സോ ചില സമയത്ത് ഇപ്പം ഞാൻ CNG ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് തന്നെ സൈറ്റ് വിസിറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പം നാളെ സൈറ്റ് വിസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തലേന്നായിരിക്കും അറിയാൻ പറ്റുക. അപ്പോൾ ചിലപ്പം നമുക്ക് നേരത്തെ പോകേണ്ടി വരും. അപ്പൊ അതനുസരിച്ച് ഇങ്ങനെ അതിനകത്തായിട്ട് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് മറ്റേ നമ്മളാണല്ലോ നമ്മുടെ രാജാവ്. നമുക്ക് വേണമെങ്കിൽ അടുത്ത ദിവസം ക്ലാസ്സിൽ പോകണ്ട, അറ്റൻഡൻസ് പോകുന്നില്ല, പ്രശ്നമില്ലല്ലോ, ആ ഒരു മൈൻഡ് ആയിരുന്നില്ല. അത് പോയാൽ നമുക്ക് കണ്ടോണേഷൻ എടുത്ത് ശരിയാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മളൊരു കോർപ്പറേറ്റ് കമ്പനിയിലാവുമ്പോൾ അതിന്റെ നോംസും കാര്യങ്ങളും വെച്ച് പോകുമ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു കൺസ്ട്രെയിൻ ഉണ്ട്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് ലൈഫിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ഒരേ കമ്പനിയാണെന്ന് കരുതിയിട്ട് രണ്ട് ഡെസ്റ്റിനേഷനിലുള്ള അല്ലെങ്കിൽ 2 പ്ലേസിലുള്ള ഓഫീസുകൾ തമ്മിൽ വർക്ക് കൾച്ചറിന് സിമിലാരിറ്റി വരണം എന്നില്ല. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ മലപ്പുറത്താണ്, IIG-യുടെ മലപ്പുറത്ത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എറണാകുളത്ത് ഓഫീസും മലപ്പുറത്ത് ഓഫീസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ലൈക്ക് എറണാകുളത്ത് ഓഫീസ് ഞാൻ കേട്ടത് വെച്ചിട്ടാണെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അവിടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഈ ജനറൽ മാനേജറും ആൾക്കാരൊക്കെ മെയിൻ ആൾക്കാരെല്ലാം ഇവിടെ എറണാകുളത്തുണ്ട്. അപ്പോൾ അവിടെ ഈ എന്നും എല്ലാ ഈവനിങ്ങും അപ്ഡേറ്റ് മീറ്റിംഗ് ഉണ്ട്, ടാർഗറ്റിൻ്റെ കാര്യങ്ങളുണ്ട്, പ്രഷർ ഉണ്ട്, ലൈക്ക് എന്നും മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യുമല്ലോ, ഇന്ന് ഒന്നും പറയാനില്ല, അപ്പോൾ ഇന്ന് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ അച്ചീവ് ചെയ്യണം, ആ ഒരു കംപ്ലീറ്റ് ഒരു പ്രഷർ ഫീലിനാന്ന് കേട്ടിട്ടുണ്ട് എറണാകുളത്ത്. പക്ഷെ ഞങ്ങളുടെ ഓഫീസിൻ്റെ കാര്യത്തിൽ അത് ഭയങ്കര ഫ്രീഡമാണ്. ലൈക്ക് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇപ്പം നമ്മുടെ മാനേജർ ആയാൽ പോലും അദ്ദേഹം ആയപ്പോൾ നമ്മളടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഒരു പ്രഷർ തരുന്നില്ല. ഇങ്ങനെ കാര്യങ്ങളുണ്ട്, കാര്യങ്ങൾ എന്നും നമ്മളടുത്ത് ചോദിച്ചറിയും. അല്ലാണ്ട് മീറ്റിംഗ് വിളിച്ചിട്ട് ഫയർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സോ ഒരേ കമ്പനിയാണെന്ന് കരുതിയിട്ടും നമുക്ക് ഒരേ വർക്ക് കൾച്ചർ കിട്ടണം എന്നില്ല. അപ്പോൾ എനിക്കൊരു ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരേ കമ്പനിയാണ് ബട്ട് 2 ഡിഫറെന്റ് ഡെസ്റ്റിനേഷൻസ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ പാക്കേജസ് ഒക്കെ ഡിഫറൻസ് ഉണ്ടാവോ? ലൈക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് സെയിം പൊസിഷൻ ആണെങ്കിലും പാക്കേജസ് ഡിഫറൻസ് ഉണ്ടാവും? ലൈക്ക് ഇപ്പോൾ എറണാകുളത്തുനിന്നും മലപ്പുറത്തുനിന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവും? അത് ചില കമ്പനീസിന്റെ കാര്യങ്ങളുണ്ട്. ഇപ്പം IIG-യുടെ കേസിലില്ല. ചില കമ്പനീസ് ആണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്താണ് ഡെസ്റ്റിനേഷൻ എങ്കിൽ അങ്ങനെ തലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നുള്ള രീതിയിൽ ഒരു ഇത്ര എമൗണ്ട് അവർക്ക് എക്സ്ട്രാ ഉണ്ടാവും. ഇപ്പൊ സ്റ്റേയുടെ കാര്യത്തിൽ എക്സ്ട്രാ എമൗണ്ട് ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ ഉണ്ടാവും. ചില കമ്പനീസിന്റെ കേസിൽ അങ്ങനെ ഉണ്ടാവും, ചില കേസിൽ അങ്ങനെ ഉണ്ടാവാറില്ല. നമ്മളിപ്പോൾ പുതിയൊരു ഇനീഷ്യേറ്റീവ് ആയിട്ട് ഇപ്പോൾ വാട്ട്സ് ബ്രൂവിംഗ് ഒരു പോഡ്കാസ്റ്റ് ഇപ്പോൾ ചേച്ചി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു പറയാനുള്ള എന്താ? ഈസിയായിട്ട് ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ആണ്. ഇപ്പം ഞങ്ങളുടെ 30 വർഷങ്ങളായാലും നമുക്ക് സീനിയേഴ്സുമായിട്ട് കഷ്ടപ്പെട്ട് കോണ്ടാക്ട് തപ്പി വിളിച്ച് പോകണം അവർ. ഇപ്പം ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുകയാണ്. ലൈക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആണ്. ലൈക്ക് പ്ലേസ്മെന്റ് കേസസ് ആയാലും അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നതായാലും ആഫ്റ്റർ ലൈഫ് ആയാലും കോളേജ് ലൈഫിനെ പറ്റിയിട്ടായാലും നമുക്ക് ഡയറക്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. സോ അത് വളരെ നല്ലതായിരിക്കും. വരുന്ന ജൂനിയേഴ്സിന്റെ കേസസിലായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. ലൈക്ക് അവർക്ക് അങ്ങോട്ട് പോയി കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് കോൺടാക്ട് ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ കിട്ടും കുറച്ചുകൂടെ നല്ല. എന്തൊക്കെ ഈസി ആയിട്ട് എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ലൈക്ക് ചിലവർക്കാണെങ്കിൽ ഇപ്പൊ സീനിയേഴ്സിനെ വിളിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് അവരെ തന്നെ പ്രിപ്പയർ ചെയ്ത് ചിലപ്പോൾ അവർക്ക് കിട്ടിയൊന്നും വരില്ല. ബട്ട് ഇതാണെങ്കിൽ നമുക്ക് ഇത് എല്ലാവരുടെ അടുത്തും എത്തിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഞങ്ങൾ ഈസി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ
അപ്പൊ അതൊരു നല്ല കാര്യമായിട്ടാണ് അല്ലേ ചേച്ചിക്കും തോന്നുന്നത്? നല്ല കാര്യമാണ്. പിന്നെ മാത്രമല്ല ഇപ്പം ഇതിനകത്ത് വരുന്ന ഓരോരുത്തരും ഓരോ രീതിയിൽ അക്കാഡമിക്സ് ഓരോ രീതിയിൽ 4 വർഷം കംപ്ലീറ്റ് ചെയ്തവരാണ്. അപ്പം പലർക്കും പല ആൾക്കാരെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അലീറ്റയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് എന്നെ ആയിരിക്കാം, പക്ഷെ എന്നാൽ അലീറ്റയുടെ ക്ലാസ്സിലൊരു കുട്ടിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരാളായിരിക്കും. ഈ ബ്രൂവിൽ തന്നെ വേറെ എപ്പിസോഡിൽ വരുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവർക്ക് അവരുമായിട്ട് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടാം. ഇപ്പൊ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ അവരെ കോൺടാക്ട് കിട്ടും, അവരോട് സംസാരിക്കാൻ പറ്റും. എങ്ങനെയാണ് ഒരു ലൈഫ് പോയത്, അപ്പൊ ഇങ്ങനെയൊക്കെ ആവാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഇവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പോലെയാണല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ പോകുന്നത്, അപ്പൊ ഇവരായിട്ട് കോൺടാക്ട് ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. സോ ആ ഒരു സംഭവം കൂടെ ഈ ഒരു ഇതിനകത്തോടെ കിട്ടും. പിന്നെ ഈ ഒരു 1 to 8 സെംസിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സെം ആയിട്ട് ഏതാ തോന്നിയേക്കണേ? ലൈക്ക് പഠിക്കാനാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും എങ്ങനെയൊക്കെ ഭയങ്കര പണിയാണ്, പക്ഷെ നമുക്ക് പഠിക്കാനൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ ഇതിനൊരു വലിയൊരു സാധനമൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ടഫായിട്ട് തോന്നിയതും പിന്നീട് അത് എളുപ്പമായിട്ട് തോന്നിയതും ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലും? ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് 1ാം ക്ലാസ് പാടായിരിക്കും, 2ാം ക്ലാസ് ആകുമ്പോൾ 1ാം ക്ലാസ് എളുപ്പമായിട്ടൊക്കെ തോന്നും. ആ ഒരു സാധനം അതുപോലെ തന്നെയുള്ളൂ. 4 വർഷം കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇത് ഇത്രയൊക്കെ ലൈക്ക് നമുക്ക് ആ സമയത്ത് പ്രഷർ ഇല്ല പഠിക്കാൻ. ബട്ട് എക്സാമിന് സമയം പോയി ഇന്റർണൽ എഴുതണം, അയ്യോ അത് പഠിക്കണം, ഇത് പഠിക്കണം, ഒരുമിച്ചേ വരുള്ളൂ. വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വരികയും ചെയ്യാം. പാസ്ഔട്ട് ഒക്കെ നമുക്കറിയാം ഇത്രയുണ്ട്, അത് ഇങ്ങനെയാണ്, ഇത് അങ്ങനെയാണ്, നമുക്ക് സുഖമായിട്ട് പറയാൻ പറ്റും. പഠിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണെങ്കിൽ എന്താ എല്ലാം പാടായിരിക്കും. ഞങ്ങളുടെ ഒരു ഇത് വെച്ച് ഞങ്ങളുടെ റെഗുലേഷൻ വെച്ചിട്ട് ഞങ്ങളുടെ ഏറ്റവും ടഫസ്റ്റ് സെം എന്ന് വെച്ച് കഴിഞ്ഞാൽ S6 ആയിരുന്നു. S6 വരെ നമുക്ക് എന്താ മാത്സ് എന്നുള്ള പേപ്പർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ S5 വരെ പർട്ടിക്കുലറി മാത്സ് പ്രശ്നമാണ്, കാൽക്കുലസ് 1 NSM എന്നൊക്കെ പറഞ്ഞു. പക്ഷേ S6 വന്നപ്പോൾ മാത്സ് എന്നുള്ള സബ്ജക്റ്റ് ഇല്ല, പകരം എല്ലാത്തിനകത്തും കൂടെ മാത്സ് കയറി വന്നു. അപ്പം ലൈക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പാടായ സെമ്മും S6 ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഷോർട്ട് സെം ആയിരുന്നു. ലൈക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു S6. പിന്നെ എങ്ങനെയൊക്കെ ടാക്കിളായിട്ട് പോയി. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സപ്ലിമെൻ്ററിയുടെ കേസ് പറയുകയാണെങ്കിൽ, സപ്ലി അടിക്കുകയാണെങ്കിൽ തന്നെ ആദ്യത്തെ 1 ഫസ്റ്റ് ഇയറിലോ അഥവാ വീട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് വീടുവാണെങ്കിൽ ഓക്കെ, അതിനുശേഷം വീഴാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ അങ്ങോട്ടാണ് നമ്മുടെ പ്ലേസ്മെന്റിന്റെ കാര്യങ്ങൾ വരുന്നത്. ഈ വീണത് മാക്സിമം ഒന്ന് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ വീണാണെങ്കിൽ ഓക്കെ, അത് പിന്നെ നമുക്ക് എഴുതിയെടുക്കാൻ ടൈം ഉണ്ട്. അതിനുശേഷം വീഴാണ്ടിരിക്കാൻ മാക്സിമം നോക്കുക. ലൈക്ക് ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ ആയാലും അതുവരെ വീഴാണ്ട് S5 സപ്ലി വീണിട്ട് പ്രശ്നമായ സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് പ്ലേസ്മെന്റ് ഇരിക്കാൻ പറ്റാനായ സ്റ്റുഡൻസ്. സോ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അത് ഈ ഒരു ട്രാക്കിൽ തന്നെ പോവാം. വീഴുവാണെങ്കിൽ തന്നെ ഒരു 1 2 ഒന്നാമത്തെ ഇയറിലോ സെക്കൻഡ് ഇയറിലോ. അപ്പം ഇപ്പം പ്ലേസ്മെന്റ് ഇരുന്നപ്പോൾ CGPA ഒരു വിഷയമായിരുന്നു. ലൈക്ക് CGPAക്കാളും കൂടുതൽ ഇപ്പൊ ഞങ്ങളുടെ കേസിലാണെങ്കിൽ, നമ്മൾ ഇലക്ട്രിക്കലിന്റെ കേസിലാണെങ്കിൽ CGPA വലുതായിട്ട് നോക്കിയിട്ടില്ല, ബാക്ക്ലോഗ് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ LND വന്നപ്പോ വെച്ചാല് ആക്റ്റീവ് ബാക്ക്ലോഗും പാടില്ല, ബാക്ക്ലോഗ് ഹിസ്റ്ററിയും പാടില്ല. പക്ഷെ ചില കമ്പനീസ് നോക്കുമ്പോൾ ആക്റ്റീവ് ബാക്ക്ലോഗ് മാത്രം നോക്കും. നമുക്കങ്ങനെ ഇതൊരു CGPA ഒരു വിഷയം വന്നിട്ടില്ല. നമുക്കൊരു പെർസെൻറ്റേജ് പറയും, 60% ആണ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആക്റ്റീവ് ബാക്ക്ലോഗ് ഉണ്ടോ എന്നുള്ളതാണ്. എല്ലാവരുടെ കേസ് വരുമ്പോൾ മാത്രമാണ് ബാക്ക്ലോഗ് ഹിസ്റ്ററിയും പറ്റാത്തത്. എല്ലാവർക്കും ഉള്ള ബേസിക്കലി ഒരു ഡൗട്ടാണ്. ഇപ്പൊ തന്നെ നമുക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ക്രെഡിറ്റ്സ് ആണെങ്കിലും CGPA ആണെങ്കിലും അതിനനുസരിച്ച് കുറയുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഇതൊരു വലിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ഓക്കെ, സോ ചേച്ചി ഞങ്ങൾക്ക് കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും തോട്ട്സും ഇൻഫർമേഷൻസും എല്ലാം തന്നു. സോ ഐ എം താങ്കിങ് യു ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ, ലൈക്ക് ഫ്രം ESA ആൻഡ് ഓൾ ദ സ്റ്റുഡൻസ് ഫ്രം EEE ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് സോ താങ്ക് യു ചേച്ചി, ആൻഡ് ഐ വിഷ് യു എ വെരി ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കരിയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. സോ താങ്ക് യു. ഇനിഷ്യേറ്റീവ് അത്യാവശ്യം നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ പ്ലേസ്മെന്റ് സമയത്ത് നമ്മളൊരു സീനിയേഴ്സിനെ കണക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് പലരും പലയിടത്ത് വർക്ക് ചെയ്യാണ്. ലൈക്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ അവൈലബിൾ ആവാൻ ഭയങ്കര അവർക്കങ്ങനെ ടൈം ഉണ്ടാവാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ലൈക്ക് സ്റ്റുഡൻസിലേക്ക് എത്തുകയാണെങ്കിൽ, ഈ വീഡിയോസ് എത്തുമ്പോൾ അവരെ റീച്ച് ഔട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് അത്യാവശ്യം ഇൻഫർമേഷൻസ് കിട്ടും. സോ അത് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഇത് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക, ഇനി പുതിയ പുതിയ ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരിക, ഒക്കെ നല്ലതായിരിക്കും. And all the best for ESA. Thank you. So guys, we'll be back with the next episode with the next alumni. So bye.